എവിടെ അരിയാ അണ്ണ കസാരക്കത്ത് ഞാനാണ് ഫസ്റ്റ് അറിയാം. എടാ ഒന്ന് ഇറങ്ങണ ചന്ദ്ര. അണ്ണ എന്നെ അപമാനിക്കാനാണ് ഈ വാറ് നിർബന്ധിച്ച് കളിക്കാൻ പറഞ്ഞത്. നിക്ക് എത്ര വണ്ടിയുണ്ട്? 7 വണ്ടി. എന്നാ ഒരു വണ്ടി എടുത്തിട്ടോ. ഏത് വേണം? മെക്കെടുത്തോ. ക്രോസ്ഫയർ ഉണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണത്തില്ല ഗൈസ്. പിണ്ട് മെസ്സേജ് എന്താ? പെർക്കില്ല സബ് കിട്ടും റാംബോ ബ്രോന്റെ ചലഞ്ച്. അപ്പൊ ഇതില്ല, പുള്ളി ഇന്ന് പുള്ളി ഇവിടെ മെമ്പർഷിപ്പ് തരുന്നില്ല. അതാണ് പുള്ളി ഇന്ന് മനസ്സിൽ തീരുമാനിച്ചത്. ഞാൻ ഫേസ് ക്യാം ഓഫ് ചെയ്യുവേ വാർ ടൈമില്. തുടങ്ങട്ടെ. ഹലോ മച്ചാനെ, എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ലടാ. ഹലോ, നിനക്ക് വാസുവിന്റെ ഇഷ്ടമാണ്, നീ വാസുവിന്റെ ഫാൻ ബോയ് ആണ് അതല്ലേ? അതാണ്. പക്ഷെ ആ സാധനം വർക്കിംഗ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അണ്ണന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? നീ ഹാപ്പി ആയില്ലേ? എടാ ഞങ്ങൾ വണ്ടി കളിക്കാം. നിങ്ങൾ ചന്ദ്ര കേറ്. ഓവർ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, കുത്തി തന്നെ അടിച്ചോണം കേട്ടോ, ഡെവലപ്മെന്റ് ആവല്ലേ. അണ്ണ 26 പേരുണ്ട്. 26 പേരുണ്ടോ? ഞാൻ കഴിഞ്ഞ പറഞ്ഞ എന്നെ എഫ്ഐറ്റ് അടി വിജയ് പറഞ്ഞ ഞാൻ ഇറങ്ങൂല. വണ്ടി സെക്കായി. ഇതാടാ കാണിക്കില്ലേ? 26 പേരുണ്ടോ? എടാ നമ്മൾ 26 പേരുണ്ടോ? 26 പേരില്ലേ? ഞാൻ ഇപ്പൊ 26 ചന്ദ്ര പോയാ നമ്മള് രണ്ടുപേരും ആവില്ല. ചന്ദ്രൻ പോയി. പറഞ്ഞു വിടണ്ട. ചന്ദ്രൻ പോയി. ചന്ദ്ര പോയി. ഇപ്പൊ കറക്റ്റ് 25 പേരായിട്ടാ. ചന്ദ്ര കത്തി. കുഴപ്പമില്ല, പെട്ടെന്ന് മാറി തുടങ്ങ്. വരുമ്പോ തുടങ്ങിയെന്ന് പറഞ്ഞ് ഒഴിവാക്കാം. ചന്ദ്ര അറിഞ്ഞ് കത്തിച്ചേണ്ട. ഞാൻ ഒരു കോള് വിളിക്കുന്ന ഒരു പയ്യനോടെ വണ്ടി കേട്ടണ്ട. എടാ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? എടാ എന്റെ കൂടെ തന്നെ ഇറങ്ങി അങ്ങ് അടിച്ചോണേ. പിന്നെ നീ എന്റെ ബാക്കിൽ ഇരിക്കുവോ? നിനക്ക് അടി കിട്ടുമേ. കറന്റ് പോയി ദീപം പോയോ? കറന്റ് വന്നു. നിങ്ങൾക്ക് ഈ സ്റ്റക്കാവുന്ന നിങ്ങൾക്ക് ഇപ്പോഴും കാണാവോ? ഇത് എന്റെ പി സി ഞാൻ മിക്കവാറും കഴിച്ച് നാളെ പി സി കൊടുക്കും കേട്ടാ. നാളെ ഈ പി സി ഫുള്ളി ഇത് ചെയ്യാൻ കൊടുക്കും, ക്ലീൻ ചെയ്യാൻ കൊടുക്കും. നാളെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാളെ ഞാൻ പി സി ശരിയാക്കാൻ കൊടുക്കും. നാളെ എന്തായാലും ഇന്ത്യയുടെ മാച്ച് ഉണ്ട്. അപ്പൊ പി സി എന്തായാലും ഞാൻ നാളെ ശരിയാക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ശരിയാവത്തില്ല. എനിക്ക് ഒരു ഗെയിമും കളിക്കാൻ പറ്റത്തില്ല. ഒരു ഗെയിമും കളിക്കാൻ പറ്റുന്നടാ. ഒരു ഗെയിമും രാത്രിയിലത്തെ വാലോറന്റും പബ്ജി സ്ട്രീം കാണുന്നവർക്ക് അറിയാം. എനിക്ക് അതും കളിക്കാൻ പറ്റാനുള്ള ഇതും കളിക്കാൻ പറ്റില്ല. 30 FPS പോണടാ. 30 FPS 59 ഒക്കെ എങ്ങനെയാ ഇങ്ങനെ ആവുന്നേ? സ്ക്രിപ്റ്റ് എടാ മോനെ, നീ ആ മേളില് ലെഫ്റ്റ് കോർണറില് FPS എന്ന് പറഞ്ഞൊരു സാധനം കണ്ടാ? നീ അതൊന്ന് നോക്ക്. അതിനകത്ത് കാണിക്കുന്നു ഒരിക്കലും 5090 ഒന്നും ഇത്രയും ഇതിലോട്ട് ഡ്രോപ്പ് ആവാൻ പാടില്ല. പി സിക്ക് എന്തോ പറ്റി കേസ്. എനിക്ക് ഒരുപാട് ഫയൽസ് എല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം.
30 FPS SRK എന്ന് ബ്രോ. അങ്ങനെയല്ല ബ്രോ, ഈ ലോ സ്പെക്ക് ഹൈ സ്പെക്കും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. നമ്മളൊരു നോർമൽ ലോ സ്പെക്കിൽ കളിച്ച് ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ FPS നമ്മളത് അതിലേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അഡാപ്റ്റ് ആവും. ബെറ്റർ ആവുന്നതിനനുസരിച്ച് നൈസാണ്. പക്ഷേ 300 360 ഹെർട്സ് മോണിറ്ററിൽ ഈ 100 150 200 FPS കോൺസ്റ്റന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 20 ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഡ്രോപ്പ് ഫീൽ ചെയ്യും. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. നിങ്ങൾ വിചാരിച്ചും പൊങ്ങച്ചം പറയുവാണെന്ന്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അത് ഹൈ FPS കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലോയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കട്ടായി പോണത് പോലെ തോന്നും. ഇവനൊക്കെ ഈ വണ്ടിയൊക്കെ വെച്ച് വാറടിക്കുന്ന എന്തിനാണ്? ഇത് MRCയുടെ പ്രീവാർ ആണോ വാറാണോ കേസത്? ഇവന്മാരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഓൾ ഡൗൺ ആണോ എന്ന് ചോദിച്ചോണ്ട് പ്രീവാർ അതായിരിക്കും അവന്മാര് ഇതുവരെ മീറ്റിംഗ് വിളിച്ചത്. വന്നോ ആരായിട്ടാ സിറ്റുവേഷൻ? എടാ നമ്മുടെ ആരായിട്ടാ സിറ്റുവേഷൻ? TDS ഓ തണ്ടർ സ്ട്രൈക്ക്. ലാഗ് കുറയ്ക്കാൻ ഒരു ഐഡിയ ഉണ്ട്. എന്താണടാ? 5090 എന്റെ 3060 ഞാൻ കൊണ്ടുവരാം. നിനക്ക് ലാഗില്ലല്ലേ? ഇല്ലടാ 3060 അണ്ണനെ 5090 കൊള്ളൂല്ല. അഴുക്ക സാധനം. അത് അഴുക്കി ഞാൻ നിനക്ക് തരാം. പക്ഷെ എനിക്ക് ഉറപ്പാണടാ, നിനക്ക് ഞാൻ കാർഡ് തന്നാലും നീ അത് PC-ക്ക് അത് വെച്ച് നീ ഗെയിം കളിക്കൂല. പകരം നീ അത് അന്ന് തന്നെ കൊണ്ട് വിറ്റിട്ട് നീ ഏതെങ്കിലും ബാറിൽ പോയി നിൽപ്പനടിക്കും. അണ്ണാ നമ്മള് മദ്യപാന ന്യൂ ഇയറിന്റെ നിർത്തിയതാണ്. അത് പിന്നെ അതിന്റെ രുചി എന്താ നമ്മൾ അറിഞ്ഞിട്ടില്ല. ന്യൂ ഇയർ ആയിരുന്നു അവസാന പാർട്ടി നമ്മുടെ. മോനെ പിടിച്ചൊക്കെ ഇരിക്കണേ. പേടിക്കുന്നത് എന്തിനാ? ഒരു വിറവലൊക്കെ വരുന്നു എനിക്ക്. ഞാനും അങ്ങനെ വാറിലൊന്നും കേറാറില്ല. ഞാൻ തന്നെ വല്ലപ്പോഴും വാറി കയറണേ. എനിക്ക് പേടിയില്ലല്ലോ. അണ്ണൻ ചത്താലും ആരും ഒന്നും പറയില്ല. ഞാൻ അവരാധിക്കുന്നില്ല. ഞാനൊന്നും പറയത്തില്ല. നിന്നെ അവരാധിക്കുന്നവരെല്ലാം ഞാൻ വായു അടപ്പിക്കും. എന്റെ ലാഗ് നോക്കുക. നമ്മള് മാത്രമേ ഈ വണ്ടിയിലുള്ളൂ. എന്റെ അമ്മ ഇതെന്താ നോക്ക് ബാക്കി എല്ലാരും മറ്റേ ഒരു സെക്കൻഡ് വണ്ടി പോടും. അണ്ണ വെട്ടുണ്ടല്ലോ. അതാ പറഞ്ഞത്. എനിക്ക് എന്റെ ഒരു സെക്കൻഡ് ഞാൻ ഇതാ നിക്കോ. ഒരു സെക്കൻഡ് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും. നമ്മുടെ വണ്ടിയല്ലേ ഇത്? ബാക്ക്ഗ്രൗണ്ട് റണ്ണാണല്ലോ ബ്രോ. ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് റണ്ണായാലും ഇത് ഇങ്ങനെ ആവാൻ പാടില്ല ഈ സ്പെക്കില്. എനിക്ക് റിസൾട്ട് ഡൗൺലോഡ് മാത്രമേ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണല്ലോ ഉള്ളത്. നിനക്ക് വെട്ടി വെട്ടിയാണോ വരുന്നത്? പിങ്ങട്ടാ ഇവന്മാർ സ്പോട്ട് ചെയ്തോ? ഇവന്മാരെ കണ്ടോ? ഒറ്റ വണ്ടി എങ്ങോട്ടേ പോന്നേ? നീ മറ്റേ കാണാൻ പോണോ? ഇങ്ങോട്ടേ പോന്നേ ഒറ്റയ്ക്ക്? അവരെ കണ്ടാ ഒരു മിനിറ്റ്.
എന്തോ പറ്റിയടാ എന്റെ പി സിക്ക് എന്തോ പറ്റി. ഞാൻ വേണമെങ്കിൽ അമ്മയുടെ ബാക്കിൽ പോയി ഫേക്ക് ആക്കി നിങ്ങൾ കൊണ്ടേ കുത്തിക്കോ. അമ്മ എന്റെ അടുത്ത് പുഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടേ കുത്തിയാൽ കോൺഫിഡൻസ് ഉണ്ട് ചെയ്, കോൺഫിഡൻസ് ഉണ്ട് ചെയ്. എടാ ഈ കല്ലേലൊക്കെ കണ്ടേ ഇതിന്റെ പുറകിലൊക്കെ കാണോ ഒന്ന് നോക്കി ഇൻഫോ എടുത്തിട്ട് വാറ അവര് കളിക്കട്ടെ, എനിക്ക് ഒട്ടും പറ്റണില്ല. ഓ 110 അണ്ണൻ എത്രയാണാ? നീ 340ടാ. അവിടെ കുത്തിയിട്ടില്ല വേണേ കൊണ്ടേ കുത്തിച്ചോ. ഒരു ഈ മാർക്കൊന്ന് വരോ ഈ മാർക്കൊന്ന് വരോ ഈ മാർക്കൊന്ന് ആ മാർക്കും പിയിലായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഈ മാർക്ക് എനിക്ക് മാർക്ക് ലെഫ്റ്റ് മേളില് ലെഫ്റ്റ് മേളില് ഒരുത്തം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു കുത്തറ ഇവിടെ ഒന്ന് കുത്തറ ഇവിടെ കുത്തറ ഇവിടെ കുത്തിക്കോ കുത്തിച്ചോ. ഇവനെ അടിച്ചു ഇവനെ അടി അവനെ അടിച്ചു അവൻ കൊന്നള തള്ളിക്കോ ഇങ്ങോട്ട് തള്ളു ഒരുമിച്ച് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഈ കല്ലുണ്ടോ ഇവിടെ കുത്താണോ അതിന്റെ ബാക്കി കൊണ്ടേ നോക്കണേ. തള്ളിക്കോ ഒരുമിച്ച് തള്ളിക്കോ എന്നെ വണ്ടി കഴിഞ്ഞില്ലേ എന്റെ അമ്മ എനിക്ക് കിടന്ന് വെട്ടണടാ. ആ രണ്ടാമത്തിന് 2 ഡിങ്ക് ആയിരുന്നു, ആ റീലോഡ് ഒരു പിക്ക് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ആരെങ്കിലും ഡൗൺ ആയോടാ? ഇല്ലല്ലോ. ചാവാൻ ചാൻസ് ഇല്ല കാരണം അങ്ങനെ കളിച്ചു വളഞ്ഞടിച്ചു. എനിക്ക് 3 കണ്ട് ഞാൻ കണ്ടത് നീ അടികൊണ്ട് ഓടണത്. എനിക്കൊരു പിക്കുണ്ട് ഗോവയെ. അണ്ണന് 4 ഇല്ല, ഞാൻ ഉണ്ടായിരുന്നു അണ്ണനെ അവിടെ നിന്നടിക്കുന്നത്. എനിക്കൊരു പിക്കുണ്ട്. ഒരെണ്ണുണ്ടാ? ആ എനിക്കൊരു പിക്കുണ്ട്. കത്തിച്ചിടണോ എന്തേലും? കത്തിക്കാതിരിക്കാനൊന്നുമില്ല, നമുക്ക് ഫ്രണ്ട്ലി കാണുന്നില്ല. കത്തിച്ചൂടെ ഫ്രണ്ട്ലി ഗ്യാങ് ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ എല്ലാ അമ്മമാരും വാറ കളിക്കുമ്പോ ഈ റേഞ്ച് കളിച്ചാൽ മതി. ഇവിടെ ഫ്രണ്ട്ലി ഗ്യാങ് വേറെ ഒന്നും ഇല്ല. നമ്മൾ കേവിയായിട്ടുള്ള മാത്രമുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി വിപമാരത്തൊന്നും ഇതൊന്നും ഇല്ല. ആരാണെങ്കിലും എനിക്ക് വേറെ ഒന്നുമില്ല. ഇത് കത്തിച്ചോട്ടെ. ഞാനത് വേറെ ഇപ്പം ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. TDSലെ ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ് ഗേസ്, ഞാൻ സത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒരു സാധനം കീപ്പ് ചെയ്യുമ്പോൾ പ്ലേയേഴ്സിന് മൊറയിൽ ഭയങ്കരമായിട്ട് ഡൗൺ ആവണം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് അല്ലാതെ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കറിയാം നിങ്ങൾ അധികം വലുതായിട്ട് കുണച്ചിട്ടില്ല അതൊന്നും, പക്ഷെ ഇത് ഇങ്ങനെ ചെയ്ത് പോവാണ്. അതുകൊണ്ടാണ്, അത് വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം ഇത് ഇടയ്ക്ക് ഇപ്പം മുതലാക്കുന്ന കുറച്ച് ആൾക്കാരെ ഞങ്ങൾ ഇതിനകത്ത് സ്പോട്ട് ചെയ്ത്, അതുകൊണ്ടാണ് എല്ലാവരുടെ അടുത്തും അങ്ങനെ ചെയ്യുന്നത്. ആരും നമ്മളോട് ചോദിക്കൊന്നുമില്ല, പക്ഷെ ഞാൻ പ്ലേയേഴ്സിനെ അങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ഒരു രീതിയിലുള്ള മൈൻഡ് സെറ്റിലായതുകൊണ്ട് മാത്രമാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. ഒരു ഹേറ്റ് ആയിട്ട് എടുക്കരുത്. ഭയങ്കരമായിട്ട് സ്റ്റക്ക് ആവുമോ PC? ഞാനും പോകുമ്പോ ഒരു പൊസിഷനിൽ കൊണ്ട് കുത്തി. ഞങ്ങൾ അവിടെ നിന്ന് ബൈക്കോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നിങ്ങളെല്ലാം ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് എത്തി. അത് തന്നെയാണ് ഓട്ടം വരുന്നതാണ്. ഓട്ടം പിക്കിന് വേണ്ടിയുള്ള ഒരു ഓട്ടം കിട്ടിയില്ല. ഓടുമായിരുന്നു വണ്ടി എടുക്കാൻ. അതാരാ കത്തിപ്പോ തിരിച്ചു ഞെട്ടിപ്പോയി. അവിടെ അടുത്ത കത്തുണ്ട് വല്യമാൻ അവിടെ ടെന്റ് അടിച്ചിരിക്കും കേട്ടോ, തിരിച്ചു വന്ന് അടിക്കാൻ വേണ്ടിട്ട്. ആണോ? പിക്കൊന്നും കിട്ടിയില്ല. അതല്ല എനിക്ക് നെറ്റ് എന്റെ
അണ്ണു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പോകും. പോണാടി അടി അവനെ. വന്നു എന്റെ പോയോ നെറ്റ് പോയോ ലൈവ് പോയോ ഞാൻ കാര്യം പറയാം ദയവ് ചെയ്തിട്ട് നമ്മുടെ സാധനങ്ങളെ പോകുന്നൊക്കെ ഓർത്തിട്ടേ ഗൈസ് ലൈവ് പോയോ അറിയാതെ പോലും ആരും സിറ്റുവേഷനിൽ എഫക്ട് അടിച്ച് പോകല്ലേ. പെർമനന്റ് ക്യാൻ റെസ്ട്രിക്ഷൻ ആണ് ആക്ഷൻ വരുന്നത് കേട്ടോ. കമന്റ് ഒന്നും കാണിക്കത് എന്താ വേടുന്ന സാധനം വീട് വന്നു 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 ആ ഓക്കെ 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 എന്റെ നെറ്റ് ഒന്ന് പോയിട്ട് വന്നു തോന്നുന്നു. അമ്പത്തൂര് ഇങ്ങോട്ട് വന്നടാ അമ്പത്തൂര് ഇങ്ങോട്ട് വന്നടാ. ഓടാട് ഓടാട് പരിപാടി ഓടാട്. അപ്പാപ്പന്റെ നെറ്റ് ശോകമാണെന്ന് ഉള്ളി നൈസായിട്ട് ഇറങ്ങാൻ നിൽക്കുക എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചിരിക്കണം. അത് ഞാനല്ല അണ്ണനല്ലേ അണ്ണൻ പറഞ്ഞല്ലേ അണ്ണ പറഞ്ഞ് പിടിച്ചു നിർത്ത് ഇന്നത്തെ മെമാർത്ത ടീം ഉണ്ടെന്നോ മറ്റേ അവരായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിർത്തണേ. കെവിക്കാരെ എല്ലാം റെഡി ആയിട്ടിരിക്കുക. അവരും വരുന്നതാ അവരും ഉണ്ട്. അവർക്ക് ഒരു സെക്ഷൻ നമുക്ക് സെക്ഷൻ ഇല്ല. എന്റെ ആണോ സെറ്റ് 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 അപ്പാ എടാ ശിവേ എനിക്ക് ഒരു പിക്ക് കിട്ടിയോടാ. എടാ എനിക്ക് എടാ 20 FPS ഒക്കെ ആവണോടാ ശിവേ. ഞാനിത് പേസ് ഇതാക്കാൻ കൊടുക്കൂടാ. എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് എന്തോ പറ്റിയത്. അല്ല 59 അല്ലടാ അത് അതിന്റെ അല്ല ഇത് വേറെന്തോ സീൻ ഉണ്ടടാ. ബയോസ് എന്തോ പ്രശ്നം എല്ലാ ഗെയിമിനും ഇത്രയും ദിവസമായിട്ട് ഇത് പ്രശ്നമില്ലായിരുന്നു. ഇന്ന് തൊട്ട് ഭയങ്കര ഇതായിട്ട് വെൽക്കം ടു ദ ക്ലബ്. എന്താടാ അതെന്താ നീ എങ്ങനെ പറഞ്ഞ വെൽക്കം ടു ദ ക്ലബ് ഒന്നും? എടാ അങ്ങനല്ല അത് ലൈക്ക് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വരുവാണെങ്കിൽ ഓക്കെയാണ്. ഇത് അങ്ങനല്ലടാ 250 പോയിട്ട് പെട്ടെന്ന് 20-30 പോകുമ്പോ ഭയങ്കര ഡ്രോപ്പ്. എനിക്ക് ഒന്നും ഭയങ്കരമായിട്ട് സ്റ്റക്കായി നിൽക്കും സ്ക്രീൻ. 20 പോകുന്നത് കിടലാണ്. അണ്ണന്റെ അണ്ണ ഞാൻ വിഷമം തോന്നുന്നു. അണ്ണനെ പറ്റിച്ചേട്ടോ സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. ഇത് കൺഫേം പെട്ടി സ്റ്റിക്കർ മാത്രമേ ഉള്ളായിരുന്നു. എന്തൊരു